ലോക്കേനൊക്കെ തകർത്ത് തോന്നുന്നുണ്ടോ? ലോകേനെ തകർക്കും, കളക്ഷൻ ബേസിൽ തകർക്കും, 300 കോടി ഉറപ്പാ മസ്റ്റാ. ജെൻസി പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എങ്ങനെയാണ് എക്സ്പെക്ടേഷൻ എടുക്കുന്നതെന്ന് അറിഞ്ഞൂടാ എനിക്ക്. കാര്യം 2020 പരിപാടി ആ ഒരു സെറ്റപ്പ് പരിപാടിയല്ല അത്. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു പടം? നല്ലോണം. നമ്മൾ ഒരു പ്രതീക്ഷ എത്ര ഉണ്ടായത് പടത്തിന്? വിഷത്രവും സിനിമ എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പെക്ടേഷൻ എത്ര ഉണ്ടോ? എങ്ങനെ ഒരു ക്ലാസ് ടൈപ്പ് ആണോ അതൊരു മാസ് ടൈപ്പ് ആണോ? ക്ലാസ് ആണ്. ഓക്കെ. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു പടം? നല്ലോണം. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു പടം? ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പെക്ടേഷൻ ഉള്ള പടം ഉണ്ടായിരുന്നോ? നല്ല മെസ്സേജ് കൊടുക്കുന്നു. ഉണ്ടോ? നല്ല മെസ്സേജ്. ബ്രോ എങ്ങനെയുണ്ട്? എക്സ്പെക്ടേഷൻ ഉണ്ടോ? അത്രയ്ക്കില്ല, കൊള്ളാം. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? മോഹൻലാല് കുഴപ്പമില്ല, മമ്മൂട്ടിയും കുഴപ്പമില്ല. ഉണ്ട്. ഇത് ടിപ്പിക്കൽ മഹേഷ് നാരായണന്റെ കണ്ടന്റ് നമ്മുടെ നോക്കയുടെ റെക്കോർഡൊക്കെ തകർക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ലല്ലേ? ബ്രോ പടം നല്ല പടമായിരുന്നു. എക്സ്പെക്ടേഷൻ എത്ര ഉണ്ടോ? എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എങ്ങനെയാണ് എക്സ്പെക്ടേഷൻ എടുക്കുന്നതെന്ന് അറിഞ്ഞൂടാ എനിക്ക്. കാര്യം 2020 പരിപാടി ആ ഒരു സെറ്റപ്പ് പരിപാടിയല്ല അത്. മഹേഷ് നാരായണൻ പടം എല്ലാവർക്കും അത് നേരത്തെ തന്നെ അത് റിവീൽ ചെയ്തിട്ടുള്ളല്ലേ. സ്റ്റോറി ഓറിയന്റഡ് മൂവിയാണ്. സ്റ്റോറി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പടമാണ്. എങ്ങനെ പെർഫോമൻസുകളൊക്കെ എങ്ങനെയുണ്ട്? പെർഫോമൻസുകൾ നമുക്ക് ബോറടിക്കില്ല. എങ്ങനെ ലോക്കയുടെ ഒക്കെ റെക്കോർഡ് അങ്ങനെ റെക്കോർഡുകൾ തിറക്കുമോ എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. പടം അത്യാവശ്യം റീച്ച് ആകും, അത്യാവശ്യം ആൾക്കാർ കാണും. എന്തായാലും ശരി, മലയാളത്തിൽ 19 വർഷത്തിന് ശേഷമല്ലേ മമ്മൂട്ടി ലാലേട്ടനെല്ലാം കൂടെ ഉള്ളത്. നമ്മളിത് പറയുന്നത് ശരിയല്ല, കാര്യം ഞാൻ ഇന്നത്തെ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തവരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പടം വലുതായിട്ട് എത്ര ബൂസ്റ്റപ്പ് പറഞ്ഞാലും ജനങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന റിവ്യൂ പോലെ ആകത്തില്ല നമ്മുടെ എടുക്കും. നമ്മളെപ്പോഴും നല്ലതായിട്ട് പറയാനേ ശ്രമിക്കുന്നുള്ളൂ കൂടുതൽ. പക്ഷെ എങ്കിലും ഞാൻ ഒരു കോമൺ ഫാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ, ഭയങ്കരമായി ഞാൻ പറയുന്നില്ല എങ്കിലും ഞാൻ പറയാ, അത്യാവശ്യം പടം നല്ല ബോറടിക്കത്തില്ല. മഹേഷ് നാരായണൻ മൂവി പ്രതീക്ഷിച്ചാലും ഒരുവിധപ്പെട്ടവർ വരുന്നതാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഒരു 2020 പ്രതീക്ഷിച്ചാലും വരുന്നില്ലെന്ന് നേരത്തെ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു. അത് വെച്ച് നോക്കുവാണെങ്കിൽ പടം ലാലേട്ടന്റെ വരവോട് കൂടെ പടം അങ്ങോട്ട് കേറും, പിക്ക് ലെവലിലോട്ട് സാധനം വരും. കൊള്ളാം, നല്ല എങ്ങനെയുണ്ടായിരുന്നു പടം? വർക്കായില്ല. മമ്മൂക്ക മോഹൻലാൽ ഒരു കോംബോ മൊത്തത്തിൽ പറഞ്ഞത് ആ ഒരു കോംബോ പടം എങ്ങനെയുണ്ടായിരുന്നു? എത്ര വർഷത്തേക്ക് മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് അഭിനയിച്ചിട്ട് എങ്ങനെയുണ്ട്? വളരെ സൂപ്പറായിട്ടുണ്ട്. ഉണ്ട്. പ്രതീക്ഷയ്ക്ക് അത്രയുള്ള പടം ഉണ്ടോ? ഉണ്ട്. നല്ല പടമാണ്. നല്ല പടം എങ്ങനെയുണ്ട്? നമ്മുടെ എക്സ്പെക്ടേഷൻ എത്ര ഉണ്ടോ പടം? നമ്മള് കാണണം പടം, കണ്ടതിന് മനസ്സിലാവും. ഭയങ്കര മാസമൊന്നും പ്രതീക്ഷിച്ചു പോകണം. ടിപ്പിക്കൽ മഹേഷ് മഹേഷ് നാരായണന്റെ പടം. പെർഫോമൻസുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മമ്മൂട്ടി ലാലേട്ടനും പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. പടം നല്ലതാണ്. ക്യാമിയോ വിളിച്ചു, എല്ലാം നല്ലതാ. മോഹൻലാലിന്റെ ക്യാമിയോ നല്ലതാണ്, പക്ഷെ ഇച്ചിരി കുറവുണ്ടായി. പിന്നെ കഥ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ചില രോമാഞ്ചന സീനൊക്കെ ഉണ്ട്. ടിക്കെടുക്കാം. ഫാസില് കുഴപ്പമില്ല. കുഞ്ചാക്കോ നന്നായി ചെയ്തിട്ടുണ്ട് മാക്സിമം. പിന്നെ ഈ സിനിമ ആരും ഹൈപ്പ് കൊടുത്ത് വരാൻ പാടില്ല. മഹേഷ് നാരായണൻ ടൈപ്പ് ഒരു സിനിമ. അതെ, ഹൈപ്പ് കൊടുത്ത് വന്നാൽ അത് ചിലപ്പോൾ ഡിസപ്പോയിന്റ്മെന്റ് ആയി പോകും. നോർമൽ രീതി വന്നതാണ്. നോർമൽ രീതി. പിന്നെ രണ്ടുപേരുടെ റീയൂണിയൻ രീതി സന്തോഷിക്കാനുണ്ട്. മോഹൻലാല് മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മോഹൻലാൽ ഉണ്ടെന്ന് പറഞ്ഞു ഹൈപ്പ് കൊടുക്കരുത്. കാരണം അതൊരു വിഷമം നൽകാൻ ഒരു ഭാഗമുണ്ട്. അത് സ്പോയിലർ ആവും. പടം അടിപൊളിയാണ്. ഒരു ഇംഗ്ലീഷ് മൂവി കണ്ട ഒരു ഫീലിലാണ് ഞാൻ ഇറങ്ങി വരണം. ഇത്രയും വർഷത്തിന് ശേഷം രണ്ടുപേരും മോഹൻലാൽ മമ്മൂട്ടി ഒരുമിക്കണം. അത് അങ്ങനെ കാണരുത് ഒരിക്കലും. മോഹൻലാൽ മമ്മൂട്ടി എന്നൊന്നും സ്ക്രീനിൽ കാണുകയും ചെയ്യരുത്. അതായത് നമ്മൾ സ്റ്റോറി ബേസ്ഡ് നമ്മളൊരു ഇംഗ്ലീഷ് മൂവി കണ്ട് ഇങ്ങനെ ഒരു സൈലന്റ് ഇങ്ങനെ തുടങ്ങി കത്തി കയറി അത് ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ കൈയടിക്കുന്ന, അല്ലാതെ മമ്മൂട്ടി മോഹൻലാൽ എന്നൊന്നും കാണരുത്. അതായത് സ്റ്റോറി ബേസ് ആണ് നമ്മൾ പടം കാണേണ്ടത്. ജെൻസി പിള്ളേർക്ക് പറ്റി, അതായത് മമ്മൂക്ക പറഞ്ഞ പോലെ നടന്ന കഥയല്ല, നടക്കാൻ പാടില്ലാത്ത കാര്യം. അതാണ് മഹേഷ് നാരായണന്റെ ടിപ്പിക്കൽ ഡയറക്ഷൻ. ഒരു രക്ഷയില്ല. BGM സുഷിൻ ശ്യാമും ഡയറക്ഷൻ മഹേഷ് നാരായണൻ സാറ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് പിക്ചറൈസേഷൻ ആണെങ്കിൽ നമ്മൾ സാധാ കണ്ട് മറന്ന മലയാള സിനിമ പോലെയല്ല ഇത്. സ്ക്രീനിൽ തന്നെ നോക്കുമ്പോൾ അതെ ഇംഗ്ലീഷ് പടം കാണുന്ന ഒരു മൂഡ് തന്നെ പോകാം. പെർഫോമൻസ് മമ്മൂട്ടി മോഹൻലാലിനെ മാറ്റി നിർത്തിയ ഫാസിൽ കുഞ്ചാക്കോ ഫഹദ് അടിച്ച് കസറി കളഞ്ഞു. അതൊരു രക്ഷയില്ല. പിന്നെ ക്യാമിയോ ഒരു ടിപ്പിക്കൽ നോർമൽ ക്യാമിയോ ആണോ അതോ ഇമ്പോർട്ടൻസ് ആയിട്ട് ഒരു റോൾ ആവശ്യപ്പെടുന്നതിന് ക്യാമിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടോ ലാലേട്ടനാണ് പടം ലിഫ്റ്റ് ചെയ്തത്. മമ്മൂക്ക ത്രൂ ഔട്ട് മമ്മൂക്ക ഷോ ആണ്. മമ്മൂക്ക
മമ്മൂക്കയുടെ അഭിനയം ഒരു രക്ഷയില്ല. പക്ഷെ ലാലേട്ടൻ വന്നതോടുകൂടി പടം ഒച്ച ലിഫ്റ്റ് ആയി. അവിടെ ഒരു ഓറ, നമുക്കറിയാലോ ലാലേട്ടൻ ഓൾറെഡി ഓറ ഉള്ള ആളാണ്. അവിടെ പടം ലിഫ്റ്റ് ആവാൻ ലാലേട്ടൻ സാധിച്ചു. അതല്ലാതെ നമ്മൾ ത്രോട്ട് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കത്തില്ല, നമ്മൾ കഥയിൽ മുഴുകി പോകും. അല്ലാതെ ഒരു കയ്യടി ബഹളങ്ങൾ അങ്ങനെ വന്ന് കാണരുത്. നമ്മളെല്ലാരും സൈലന്റ് ആയിട്ട് ഇരുന്ന് കാണുന്ന പടമാണ്. എന്താ ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്ന് തോന്നുന്നു, അതോ ബ്ലോക്ക് ബസ്റ്റർ ആവും. ലോക്കേനൊക്കെ തോന്നുന്നുണ്ടോ? ലോകേനെ തകർക്കും, കളക്ഷൻ ബേസിൽ തകർക്കും, ഒന്നുകൂടി ഉറപ്പാ മസ്റ്റാ. ജെൻസി പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും.